നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നത്തെ തൻ്റെ തട്ടുപൊളിപ്പൻ ഇന്നിങ്സിൽ ഋഷഭ് പന്ത് 2 സിക്സറുകൾ അടിച്ചു. അതോടുകൂടി ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ 100 സിക്സറുകൾ തികക്കുന്ന താരമായിട്ട് അദ്ദേഹം മാറിയിരിക്കുകയാണ്. അതിവേഗത്തിൽ 100 സിക്സറുകൾ. വാവ്! ടെസ്റ്റ് ക്രിക്കറ്റിൽ 100 സിക്സറുകൾ നേടിയതിൻ്റെ വേഗതയിൽ അദ്ദേഹം വമ്പന്മാരെയാണ് മറികടന്നിരിക്കുന്നത്. അതായത് ആഡം ഗിൽക്രൈസ്റ്റിനെ, ബെൻ സ്റ്റോക്സിനെ, ബ്രണ്ടൻ മെക്കല്ലമിനെ ഒക്കെ അദ്ദേഹം മറികടന്നിരിക്കുന്നു. ഇത് പുത്തൻ റെക്കോർഡാണ്. ഗിൽക്രിസ്റ്റിനേക്കാൾ 41 ഇന്നിങ്സുകൾ കുറവ് കളിച്ചിട്ടാണ് ഈ 100 സിക്സസ് വന്നിരിക്കുന്നത്. 1660 ബോളുകൾ, അതാണെന്ന് പറഞ്ഞാൽ ഫാസ്റ്റസ്റ്റ് ടു ഹിറ്റ് 100 സിക്സസ് ഇൻ ടെസ്റ്റ് ക്രിക്കറ്റ് എന്നുള്ള റെക്കോർഡിലേക്ക് അദ്ദേഹം കടന്നുപോയിരിക്കുന്നു. നമ്മൾ കൃത്യമായ കണക്കുകളിലേക്കൊന്ന് പോവുകയാണ്. തൻ്റെ ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ കരിയർ സിക്സർ കൊണ്ട് തുടങ്ങിയ ആളാണല്ലോ ഋഷഭ് പന്ത്. ഇപ്പോൾ ഏറ്റവും വേഗത്തിൽ 100 സിക്സറുകൾ ടെസ്റ്റ് ക്രിക്കറ്റിൽ അടിച്ച താരമെന്ന റെക്കോർഡിലേക്ക് ഋഷഭ് പന്ത് എത്തുന്നു. അതായത് 51 ടെസ്റ്റ് മത്സരങ്ങൾ, 89 ഇന്നിങ്സുകൾ, 4918 ബോളുകൾ ഫേസ് ചെയ്തു, 2919 ദിവസങ്ങൾ ഫ്രം ഡെബ്യൂ അദ്ദേഹം എടുത്തു ഈ 100 സിക്സറുകളിലേക്ക് എത്താൻ. അവിടെയാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. സാക്ഷാൽ ആദം ഗിൽക്രിസ്റ്റിനെ അദ്ദേഹം മറികടന്നിരിക്കുന്നു. ആദം ഗിൽക്രിസ്റ്റ് 92 മത്സരങ്ങളിൽ നിന്ന് 130 ഇന്നിങ്സുകൾ കളിച്ച് 6578 പന്തുകൾ നേരിട്ട് 2933 ദിവസം ഫ്രണ്ട് ഡെബ്യൂ സമയമെടുത്തിട്ടാണ് അദ്ദേഹം 100 സിക്സറുകളിലേക്ക് എത്തിയത്. അതായിരുന്നു ഇതുവരെയുള്ള റെക്കോർഡ്. അതിനെയാണ് ഋഷഭ് പന്ത് ഇപ്പോൾ മറികടന്നിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതായത് ഗിൽക്രിസ്റ്റിനേക്കാൾ 41 ഇന്നിങ്സുകൾ കുറവ്, ഗിൽക്രിസ്റ്റിനേക്കാൾ 1660 ബോളുകൾ കുറച്ച് ഫേസ് ചെയ്തിട്ടാണ് ഈ ഒരു റെക്കോർഡിലേക്ക് വന്നിരിക്കുന്നത്. ഇത് നമ്മൾ പറഞ്ഞ മറ്റ് 2 മഹാരഥന്മാരായിട്ടുള്ള താരങ്ങളുടെ കണക്കുകൾ കൂടി നമ്മൾ നോക്കണമല്ലോ. അതായത് ബ്രണ്ടൻ മെക്കല്ലം, അദ്ദേഹം 100 സിക്സറുകളിലേക്ക് എത്തിയത് 98 മത്സരങ്ങളിൽ നിന്നാണ്. 170 ഇന്നിങ്സുകൾ, 9756 പന്തുകൾ നേരിട്ട ശേഷം. മാത്രമല്ല അദ്ദേഹം ഡെബ്യൂ ചെയ്ത് 4292 ദിവസം കടന്നതിന് ശേഷമാണ് ആ റെക്കോർഡിലേക്ക് അദ്ദേഹം എത്തുന്നത്. ബെൻ സ്റ്റോക്സ് 82 മത്സരങ്ങൾ, 151 ഇന്നിങ്സുകൾ, 9042 പന്തുകൾ നേരിട്ടു, 3122 ദിവസങ്ങൾ കടന്നിട്ടാണ് അദ്ദേഹം ആ റെക്കോർഡിലേക്ക് എത്തിയത്. എന്ന് പറഞ്ഞാൽ 100 സിക്സറുകളിലേക്ക് എത്തിയത് ടെസ്റ്റ് ക്രിക്കറ്റിൽ. അവിടെയാണ് പന്ത് എല്ലാവരെയും മറികടന്നുകൊണ്ട് ഈ നേട്ടത്തിലേക്ക് പോയിരിക്കുന്നത്. ഇനി നോക്കുക, ബെസ്റ്റ് ബോൾ പെർ സിക്സ് റേഷ്യോ എടുത്ത് നോക്കിയാൽ ടിം സൗത്തി ടെസ്റ്റ് ക്രിക്കറ്റിൽ അദ്ദേഹം 98 സിക്സറുകളാണ്, പക്ഷേ 27.7 ബോൾ പെർ സിക്സസ്. എന്ന് പറഞ്ഞാൽ ഓരോ 28 ബോൾ ഒരു സിക്സ് എന്ന രൂപത്തിലാണ് അദ്ദേഹത്തിൻ്റെ കരിയർ. ഷാഹിദ് അഫ്രീദി 52 സിക്സറുകൾ വന്ന് 37.94 ബോൾ പെർ സിക്സ്. ഋഷഭ് പന്ത് നോക്കുക, 49.34 ബോൾ പെർ സിക്സറാണ് അദ്ദേഹത്തിൻ്റെ ഒരു കണക്കിലുള്ളത്. ഇനി തൻ്റെ കരിയറിൽ ഋഷഭ് പന്ത് ടെസ്റ്റ് ക്രിക്കറ്റിൽ നേടിയിട്ടുള്ള റണ്ണുകളിൽ 16.38% റണ്ണും വന്നിരിക്കുന്നത് സിക്സറുകളിലൂടെയാണ് എന്ന കാര്യം കൂടി ഓർക്കുക. ഏതായാലും ഋഷഭ് പന്ത് മഹാരഥന്മാരെ മറികടന്ന് പുത്തൻ റെക്കോർഡിട്ട കണക്കാണ് നമ്മളിപ്പോൾ കാണുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.